അപ്പോ ആദ്യം തന്നെ പറയാം, ഇത്തവണ LDF-ന് വോട്ട് ചെയ്ത ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു. കാരണം ഇത് നിങ്ങൾക്കുള്ളതല്ല. നമസ്കാരം, ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഷൊർണൂർ തൊട്ടിട്ടുള്ള കൊളപ്പുള്ളി വരെയുള്ള റോഡിലാണ്. ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഈ സാധനം ഇവിടെ ഇട്ടാൽ മാത്രം പോരാ, ഇതൊന്നും എടുത്ത് ഇത് കൂടെ ഉരുട്ടി കാണിക്ക് MLA. നിങ്ങൾക്ക് വേറെന്താ പരിപാടി? നിങ്ങളെ പിന്നെ ഇത് കൂടെ പോകുന്നൊന്നും കാണുന്നില്ല. കാരണം നിങ്ങൾ ഈ റോഡിൽ കൂടെ പോവില്ല. പാവപ്പെട്ട നാട്ടുകാരാ ഈ റോഡിൽ കൂടെ പോയിട്ട് നട്ടലോടിഞ്ഞിട്ട് കിടക്കുള്ളൂ. ബൈക്ക് യാത്രക്കാരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ റോഡിൽ കൂടെ പോകുന്നത്. നിങ്ങൾ ഈ ശവപ്പെട്ടി പോലത്തെ സാധനം ഇവിടെ കൊടുത്ത് പ്രതിഷ്ഠിച്ച് വെച്ചാൽ മാത്രം പോരാ. ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് കല്ലിട്ടിട്ട് ഈ റോഡൊന്ന് നേരാക്കി താട്ട് പൊന്നി MLA മമ്മിക്കുട്ടി സാറേ. അപ്പൊ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇലക്ഷന്റെ മുമ്പായിട്ട് കുറച്ച് ഭാഗത്ത് കുറച്ച് കല്ലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഓരോ വണ്ടിയും കൊടുന്നിട്ടിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതല്ല നാട്ടുകാർക്ക് ആവശ്യം. അടുത്ത ഇലക്ഷന് മുമ്പെങ്കിലും ഈ റോഡൊന്ന് നേരാക്കി തരണം എന്ന് മാത്രമേ ഈ നാട്ടിലെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നിങ്ങളെ പിടിച്ച് തല്ലാനൊന്നും പറ്റില്ല. കാരണം നിങ്ങളൊക്കെ രാജാക്കന്മാരാണല്ലോ. നാട്ടുകാരുടെ വോട്ട് മേടിക്കുന്നവരെ അവരുടെ കാലിൽ വീഴും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാല് പിടിച്ച് നിലത്തടിക്കും. അതാണ് നിങ്ങളുടെ എന്നുള്ള പരിപാടി. അടുത്ത ഇലക്ഷന് മുമ്പെങ്കിലും ഈ റോഡൊന്ന് നേരാക്കി തരണമെന്ന് താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് എനിക്ക് പറ്റുള്ളൂ പറയാനും ചെയ്യാനും. ഷൊർണൂർ ടൗണ് മുതൽ നമ്മുടെ കൊളപ്പുള്ളി വരെയുള്ള റോഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ നമ്മുടെ സർക്കാർ, അതുപോലെ ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ MLA, അമ്മായപ്പൻ മരുമോൻ തുടങ്ങിയ ആൾക്കാരൊന്നും ഈ റോഡിൻ്റെ അവസ്ഥ ഇതുവരെ കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് അവർക്ക് മുമ്പിൽ ഒന്ന് തുറന്നു കാട്ടുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും മോശപ്പെട്ടുള്ള റോഡ് ഈ സംസ്ഥാനത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ മുന്നിൽ ഇത് വളരെ മോശം റോഡാണ്. ഇതിലൂടെ പോകുന്ന യാത്രക്കാരായാലും അതേ അനുഭവം തന്നെയാണ് പറയുക. ആരും നല്ലതാണെന്ന് പറയില്ല. പിന്നെ നല്ലതാണെന്ന് പറയുന്ന ആൾക്കാർ ഈ സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാരാവും. അവർക്ക് ഈ സർക്കാരിൽ നിന്നും പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. അത് എല്ലാവർക്കും നന്നാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും മോശം റോഡ് ഇത്രയും കാലമായിട്ടും ഇവിടുത്തെ MLA ആൾക്ക് ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്ത നിയമസഭാ ഇലക്ഷന് വരുമ്പോഴെങ്കിലും ഈ റോഡ് നേരാക്കണം, അല്ലെ നേരാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അന്നും നേരാക്കിയില്ലെങ്കിലും ഈ പാർട്ടിക്ക്, ഈ പാർട്ടിയുടെ MLAയും ഇതേ പാർട്ടിക്കാരെ തന്നെ ജയിപ്പിച്ചു വിടാൻ നമ്മുടെ നാട്ടുകാരും തുനിഞ്ഞാൽ പിന്നെ എന്താണ് ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ? എന്ത് തോന്നിവാസം കണ്ടാലും എന്ത് ചെയ്താലും ഇവർക്ക് തന്നെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന നാട്ടുകാരെ വേണം പറയാൻ. ഇത്രയും മോശം റോഡ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ എത്ര മോശമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന്. അപകട സാധ്യത കൂടുതലാണ് അവിടെ.
കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ ഈ വഴി പോകുന്നത്. ഇവിടെ നടത്തിയിരിക്കണം വണ്ടി വെക്കുക. നിർത്തും. വണ്ടി ഇടിക്കുകയോ